സാമൂഹ്യ രംഗത്തെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ 95ാമത് വാർഷിക ആഘോഷത്തിൻ്റെ നിലവിലാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ സമൂഹത്തിനും രാജ്യത്തിനും ഒരുപാട് നന്മ ചെയ്ത ഒത്തിരി പേരെ വാർത്തെടുത്ത ഒരു മാതൃക വിദ്യാലയം. ഇവിടെ നിന്നും പല പ്രശസ്തരും പുറത്തേക്ക് പോയി. അവരൊക്കെ സിമ്പലായി നിത്യയെ പോലുള്ള വ്യക്തികളുടെ സജീവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. കന്നയ്യാനത്തിന് അഭിമാനമായി, നാടിൻ്റെ അഭിമാനമായി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ 95ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട മിനി ടീച്ചറും ശാന്തിയും ഈ സ്ഥാപനത്തിൽ നിന്നും ഔദ്യോഗിക രംഗത്തു നിന്നും യാത്ര പറയുകയുമാണ്. നമ്മൾ അവരെ അഭിനന്ദിക്കണം. കാരണം ഈ സ്കൂളിലൂടെ അനേകം മക്കളെ വെളിച്ചത്തിൻ്റെ വഴിയിൽ നടത്തിയിട്ടാണ് രണ്ടുപേരും കടന്നു പോവുക. ഇനി അവരുടെ സാന്നിധ്യം അവരായിരിക്കുന്ന സമൂഹത്തിൽ, വേദികളിൽ ഒരു അനുഗ്രഹമായിരിക്കും. എല്ലാവരുടെ നന്മകളും നമുക്ക് നേരാം. ഒരു കാര്യവും ഉണ്ടാകും, അവരെ യാത്ര അയക്കുമ്പോഴും 95ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പം ഒരു കാര്യം ദൈവം ഓർപ്പിക്കുന്നു: കാലം വേഗം കടന്നു പോകും. കാലങ്ങൾ വളരെ വേഗം കടന്നു പോകും. ആയുസ് കടന്നു പോകും. ദൈവത്തിന് 2024 2025 ഇല്ല. ദൈവത്തിന് ജനുവരിയും ഫെബ്രുവരിയും ഇല്ല. ദൈവത്തിന് മാസങ്ങളും ആഴ്ചകളുമില്ല. ദൈവത്തിനുള്ള സെക്കൻഡാണ്, നിമിഷമാണ്. ഓരോ നിമിഷം, ആ നിമിഷത്തെ നമ്മൾ 2021 വിളിച്ചു, ജനുവരി മാസം 24 വിളിച്ചു. അത് മനുഷ്യൻ്റെ പേരാണ്. ദൈവം നോക്കുന്നത് നമ്മുടെ ഓരോ നിമിഷവും. ഓരോ നിമിഷവും നന്നായിട്ട് പഠിച്ചു പോവുക. ഓരോ നിമിഷവും നന്നായിട്ട് പഠിപ്പിച്ച ടീച്ചർ, ഓരോ നിമിഷവും ഓഫീസ് ജോലി നന്നായി അഭ്യസിച്ച് അഭിമാനങ്ങളുടെ യാത്രയാവും. നമ്മളോട് പറയുന്നു, നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിക്കപ്പെട്ട ജോലി നമ്മളെല്ലാവരും ഭംഗിയായി ചെയ്യണം. മനുഷ്യൻ്റെ ആയുസ് വളരെ വേഗം കടന്നു പോകും. അതുകൊണ്ടാണ് ധാർമ്മിക ആചാര്യന്മാർ മനുഷ്യൻ്റെ ആയുസ്സിനെ 10 കാലങ്ങളായി മുറിച്ചു. അവർ പറഞ്ഞു: കുളി 1, കളി 10, എന്ത് 20, മുറി 30, നെറി 40, ബെറി 50, ചൊറി 60, തെറി 70, ചിരി 80, കുഴി 90. 10 കൂട്ടം കാലങ്ങൾ കെട്ടുപെടുന്ന കണ്ടുപോകും. 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ എല്ലാ ദിവസം കുളിച്ചുകൊണ്ടിരിക്കുക. ഇത് വെള്ളം കിട്ടിയാലും കോരി കുടിക്കുക, കലക്കവെള്ളം, കഞ്ഞിവെള്ളം, കാലിവെള്ളം എന്തിട്ടാലും കോരി കുടിക്കുക. വയറിൽ സോപ്പ് തേച്ച് പതിക്കുക. പിള്ളേരെ കാണാൻ ഒരു സാമ്പിൾ സോപ്പ് തീരുന്നത് വരെ വയറിൽ പതിച്ചുകൊണ്ടിരിക്കും. മുതിർന്ന ആൾക്കാരും ഏറ്റവും ആസ്വദിക്കുന്നത് വയറിൽ സോപ്പ് തേക്കുമ്പോഴാണ്. മൂളിപ്പാട്ടുകൾ, മസ്തിക, മുസ്തഫ എടുത്തിരിക്കുമ്പോഴാണ്. അപ്പം കുളി 1, കളി 10. പെട്ടെന്ന് 10 വയസ്സായി കളിക്കാൻ കൂടും. എന്ത് 20. ടീനേജിൽ ചോദ്യം ചോദിക്കും: എന്നാ പ്രാർത്ഥന, എന്നാ ധ്യാനം, എന്നാ പള്ളി ചോദിച്ച്. മുറി 30 വയസ്സിൽ പറയും: ഞാനും എൻ്റെ ഭാര്യയും പറയും, 10 പറയും, കേട്ടോണ്ടാൽ മതി, പെട്ടെന്ന് ഒരു 2. നെറി 40. സത്യത്തെക്കുറിച്ച്, നേരിനെ കുറിച്ച് 40-ാം വയസ്സിൽ ചിന്ത. 40-ൽ ദേഹത്തിൻ്റെ എളുപ്പം പറയും, രക്തത്തിൽ എളുപ്പം ആയാലും ഒരു മാറ്റം വരും. ബെറി 50. 50-ാം വയസ്സിൽ ബെറി വിവരം കിട്ടും. ആയുസിന് പകുതി കഴിഞ്ഞു, ഇത്രയും കാലം ഉണ്ടല്ലോ. ചൊറി 60. 60-ാം വയസ്സിലാണ് കാരണവന്മാരും ഒരു കാര്യമില്ല മക്കളുടെ മക്കളും വെറുതെ കുട്ടിയിൽ ചൊറിഞ്ഞവത്താനും ചൊറി 60. തെറി 70. 70 വയസ്സാകുമ്പോൾ കുട്ടിക്കാലത്ത് പഠിച്ചതും പിന്നെ മന്ത്രമായി കൊച്ചു തെറി നകത്തേണ്ടി വരും. ചിരി 80. 80-ാം വയസ്സറിയാം, ഇനി സീസൺ 4 കഴിഞ്ഞു, സീസൺ 5 ആരംഭിച്ചു. ഇനി എൻട്രി ഇല്ല, എക്സിറ്റേ ഉള്ളൂ. എല്ലാം കാണുക, ചിരിക്കുക, പോയി മര്യാദ കുത്തിയിരിക്കുക. ചിരി 80. കുഴി 90 വയസ്സായ പിന്നെ മരണത്തിന് വന്നയാണ്. ഇതേച്ച് പാട്ടും പാടും. 10 വയസ്സ് വരെ കുഞ്ഞു മനസ്സിൽ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവരെ. 20 ആയാലോ അനുരാഗവിലോചിതരായി. ഒരു 90 ആയാലോ ഇന്നലെയുള്ളോ, ഇന്ന് വീടില്ല, ഇനി വരിയില്ല,
ആയുസ് ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ കൊച്ചു ക്ലാസ്സിൽ ആരംഭിച്ച് വലിയ ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന കുട്ടികളുണ്ട്. ഒരു കാര്യം കുഞ്ഞുങ്ങൾ ഈ വാശിയത്തിൽ വെക്കുക, നിങ്ങളെ നിങ്ങളാക്കുന്നത് 4 ഘടകങ്ങളാണ്. മിനി ടീച്ചറിനെയും ശാന്തി ടീച്ചറിനെയും ആക്കിയ 4 ഘടകങ്ങൾ, എന്നെയും നിങ്ങളെയും ആക്കുന്ന ഘടകങ്ങൾ, കുഞ്ഞുങ്ങളും ആയിത്തീരാൻ ഘടകങ്ങൾ. 4 കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കും. 1, എൻ്റെ അപ്പൻ അമ്മ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം അപ്പനും അമ്മയും കൊടുക്കുന്നു. 2, അധ്യാപകർ. അധ്യാപകരുടെ ജീവിതവും സാന്നിധ്യവും വാക്കും നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നു. 1, അപ്പനമ്മമാര്. 2, അധ്യാപകർ. 3, നമ്മളെ സ്വാധീനിക്കുന്ന 3ാമത്തെ ഘടകം കൂട്ടുകാരാണ്. കൂടെ പഠിക്കുന്ന കുട്ടികൾ, കൂട്ടുകാർ. അവരുടെ ജീവിതവും കാഴ്ചപ്പാടും നമ്മളെ സ്വാധീനിക്കും. 4, പുസ്തകങ്ങൾ, നല്ല വായന. നിങ്ങൾ പഠിച്ചു കൊടുക്കണം. 4 കാര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കണം. അപ്പൻ്റെയും അമ്മയുടെയും ജീവിത മാതൃക, അധ്യാപകരുടെ ശക്തമായ സേവനം, നല്ല കൂട്ടുകാരുടെ ജീവിത ദർശനങ്ങൾ, നല്ല പുസ്തകങ്ങളുടെ വായന. ഇത്രയും കുഞ്ഞുങ്ങളിൽ ഓരോരോ സ്ഥാനം എത്തിച്ചു. 95 വർഷങ്ങളിൽ എത്രയോ പേര് ഓരോ വരിയിലായി. നിങ്ങളും നാളെ നല്ലവരായി തീരണം. അതിനാണ് നിങ്ങളെ അമ്മ കുഞ്ഞുനാളിൽ കുട്ടികളെ തൊട്ടിയിലിട്ട് താരാട്ട് പാടി. എന്താണ് താരാട്ട്? രാരാരോ രാരിലാരോ. നമ്മളൊന്നും കേൾക്കാൻ രസമുള്ള ലല്ലലി പല്ലലി അമ്മ വെറുതെ അല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിൽ കാട്ടിക്കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കും. എൻ്റെ ദൈവമേ, തൊട്ടി കിടക്കുന്ന ഈ സാധനം ആരാരോ? എഞ്ചിനീയറാണോ? ഡോക്ടറാണോ? ബാങ്ക് മാനേജറാണോ? ഈരപ്പനാണോ? ഒസമ്മല്ലാതനാണോ? ഇതാരാരോ? പെൺപിള്ളാരെ തൊട്ടിയിലാടി അമ്മ ചോദിക്കും, എൻ്റെ ദൈവമേ, ഇവൾ ആരിലാരോ? മറ്റേ അൽഫോൻസിയാനാവോ? മദർ തെരേസയാവോ? അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോളിയാവോ? ഊഴതന്ത്രക്കാരി സരിതാ നായരാവോ? നായതന്ത്രക്കാരി സ്വപ്ന സുരേഷാവോ? അതോ ജ്യൂസുകാരി ഭീഷണിയാവോ? സാധ്യതയല്ലാകുമ്പോൾ ഇത് ഭാഷയും ഒരു സാധ്യത കുഞ്ഞുങ്ങൾക്കും. അന്തസ്സുള്ള മക്കളായി മാന്യമായി സ്ഥാപനത്തിൽ പഠിക്കുക, വളരുക. തമിഴിൻ്റെ പുസ്തകമാണ് തിരുക്കുറൾ. അതെഴുതിയ തിരുവള്ളാവും. തിരുക്കുറളിൽ തിരുവള്ളാവ് ചോദ്യം ചോദിക്കും, ഭാഗ്യമുള്ള അപ്പനാൽ ഭാഗ്യമുള്ള അമ്മയാൽ. മറുപടി, വാർദ്ധക്യത്തിൽ മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന അപ്പനും അമ്മയുമാണ്. അല്ല. പണവും പ്രതാവുമുള്ള മക്കളെ കിട്ടുന്ന അപ്പനമ്മയാണ്. അല്ല. ഉത്തരം, ആരായാലും ഭാഗ്യമുള്ള അപ്പനമ്മ. അപ്പനോടും അമ്മയോടും നാട്ടുകാർ ചോദിക്കും, ഇത്രയും നല്ല കുട്ടിയെ കിട്ടാൻ എന്ത് പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? ഇത്രയും നല്ല കുഞ്ഞിനെ കിട്ടിയാൽ എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്? നിങ്ങളുടെ അപ്പനോടും അമ്മയോടും ജനം ചോദിക്കാൻ തക്കത് നിങ്ങളുടെ പരിശീലനത്തെ നടത്തുക. തിരിഞ്ഞു പോകുന്ന ഈശ്വരനും സിസ്റ്റർ ശാലിനിക്കും എല്ലാവിധ ഭാവങ്ങളും നന്മയും ചെയ്തു. ഈ സ്ഥാപനത്തിൽ വീണ്ടും SS ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഉള്ളവരെയും വരുകാലമുള്ളവരെയും ദൈവം കൈപിടിച്ച് നടത്തട്ടെ. നല്ല തലമുറയായി നല്ല കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ പള്ളിയാനും ദേശം സെന്റ് മേരി സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിൽ സാന്നിധ്യമായി ബലപ്പെട്ടതായി മാറും. അതിനായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ തിരികെത്തിച്ചുകൊണ്ടുള്ള ഈ ഉദാഹരണം സമർപ്പിക്കുന്നു. എല്ലാവരും നന്ദി, നമസ്കാരം.